ഇറാൻ എന്ന രാജ്യത്തെ അമേരിക്കയും ഇസ്രയേലും കടന്നാക്രമിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇപ്പോൾ ഏറ്റവും വലിയ തടസ്സം അല്ലെങ്കിൽ ഡെഡ് ലോക്കായി നിൽക്കുന്നത് എൻറിച്ച്ഡ് യുറേനിയത്തിൻ്റെ വിഷയമാണ്. ഇതിനിടയിൽ എൻ്റെ ശബ്ദത്തിലൊരു ചെറിയ മാറ്റം പനി മൂലമുണ്ടായപ്പോൾ ഒരുപാട് ആളുകൾ വിളിക്കുകയും മെസ്സഞ്ചറിലും അല്ലാതെയും ഒക്കെ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തു. സ്നേഹത്തിന് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. പ്രാർത്ഥിക്കുക. നന്നായി കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ പറയാൻ വന്നത്, ഈ ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും വലിയ ഡെഡ് ലോക്കായി കിടക്കുന്നത് എൻറിച്ച്ഡ് യുറേനിയമാണ്. ഈ എൻറിച്ച്ഡ് യുറേനിയം എന്ന് പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കിക്കളയുമെന്ന് വിശ്വസിക്കുന്ന ആ യുറേനിയം അത് അമേരിക്ക ഏറ്റുവാങ്ങാമെന്നും അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്നും എങ്ങനെയായാലും അത് ഏറ്റുവാങ്ങാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും ഇസ്രയേലുമായി ധാരണയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമേരിക്ക. അതുകൊണ്ട് ഏത് അവസ്ഥയിലും ആ എൻറിച്ച്ഡ് യുറേനിയം കിട്ടിയെങ്കിൽ മാത്രമേ ഒരു ഒത്തുതീർപ്പുണ്ടാകൂ എന്ന നിലയിലാണ് ട്രംപ് നിൽക്കുന്നത്. അത് ട്രംപിൻ്റെ ഒരു ജീവിതാവസ്ഥയ്ക്കും നിലനിൽപ്പിനും ജീവന് പോലും അനിവാര്യമാണ് എന്നതാണ് സ്ഥിതി. അല്ലെങ്കിൽ അവിടെയും മൊസദ് പോലെയുള്ള ഏജൻസികൾ ഓപ്പറേറ്റ് ചെയ്യാനും അദ്ദേഹം തന്നെ അപകടത്തിലാകാനുമുള്ള സാധ്യതയുണ്ട് എന്നത് ട്രംപിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ട്രംപ് വളരെ കിറഞ്ഞു പരിശ്രമിച്ച് ഈ എൻറിച്ച്ഡ് യുറേനിയം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. ഈ എൻറിച്ച്ഡ് യുറേനിയത്തിൻ്റെ ഇറാൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ഇറാൻ്റെ കയ്യിൽ 60% എൻറിച്ച്ഡ് യുറേനിയം ഉണ്ട് എന്നാണ്. 60% എൻറിച്ച്ഡ് യുറേനിയം. ഈ 60% എൻറിച്ച്ഡ് യുറേനിയം ഒരിക്കലും ഒരു യുദ്ധസാമഗ്രി ഉണ്ടാക്കാനോ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനോ ഒന്നും സാധ്യമല്ല. അത് 90% എൻറിച്ച്ഡ് ആക്കിയെങ്കിൽ മാത്രമേ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉള്ള 60% എന്ന് പറയുന്നത് 2015 അമേരിക്കയുമായി തന്നെ നടത്തിയ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 2018 ഒരു കരാറുണ്ടാക്കിയിരുന്നു. ആ കരാറിൻ്റെ പേര് ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ധാരണയാണ് ഈ മനുഷ്യാവശ്യങ്ങൾക്ക്, എനർജി ആവശ്യങ്ങൾക്ക്, വികസന ആവശ്യങ്ങൾക്ക് ഇറാന് യുറേനിയം എൻറിച്ച് ചെയ്യാൻ അമേരിക്ക തന്നെ അവകാശം കൊടുക്കുന്ന, അതിലൂടെ ഇറാൻ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കാം എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡൻറ്റുമായി തന്നെ ഒപ്പിട്ട ഒരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണയിൽ നിന്നാണ് ട്രംപ് വളരെ പെട്ടെന്ന് പിൻവലിഞ്ഞത്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഇറാൻ ഈ ന്യൂക്ലിയർ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യുറേനിയം എൻറിച്ച്മെൻറ്റ് ആരംഭിച്ചിരുന്നു. ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ് 3.68% ആയിരുന്നു യഥാർത്ഥത്തിൽ ആ കരാർ ഉണ്ടാക്കുന്ന സമയത്ത്. അത് ആണവോർജ ഏജൻസിയുടെ ആളുകൾ വന്ന് പരിശോധിക്കുകയും അത് 60% അനുമതി കൊടുക്കുകയും ചെയ്തതാണ്. ആ 60% മാത്രമാണ് ഇപ്പോഴും എൻറിച്ച്മെൻറ്റ് ഇറാനിൽ നടന്നിട്ടുള്ളത്. അത് ഭാവിയിൽ 90% ഈ ഇസ്രയേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് ശക്തിക്ക് പിന്നെ അവിടെ ചലിക്കാൻ കഴിയാത്ത സ്ഥിതിയാവും എന്നറിഞ്ഞുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടിയാണ് ഇത്തരമൊരു യുദ്ധം തുടങ്ങിവെച്ചത്. ഈ പറയുന്ന എൻറിച്ച്ഡ് യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു ഗേഷ്യസ് ഫോമിൽ ചെറിയ ചെറിയ ക്യാപ്സൂളുകളാക്കി, സിലിണ്ടറുകളാക്കി പാറമടകൾക്കിടയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് എത്രമേൽ അമേരിക്ക ആക്രമിച്ചാലും, ഏതെല്ലാം തരത്തിൽ ആക്രമിച്ചാലും ഈ എൻറിച്ച്ഡ് യുറേനിയം കണ്ടെത്തുക എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് സാധ്യമാകുന്ന കാര്യമേ അല്ല, ഇസ്രയേലിന് സാധ്യമാകുന്ന കാര്യമേ അല്ല. വളരെ ചെറിയ ആളുകൾക്ക് മാത്രം അറിയാവുന്ന സംവിധാനത്തിൽ അതീവ രഹസ്യമായി ഇത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് മറ്റൊരു രാജ്യത്തേക്ക് കൈമാറ്റം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചൈനയുമായി ചർച്ച നടത്തിയപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇത് റഷ്യയ്ക്ക് കൈമാറാം എന്ന നിർദ്ദേശം ചൈന മുന്നോട്ട് വെച്ചതായി. പക്ഷേ ഈ പറയുന്ന ഇപ്പോഴത്തെ ഇറാൻ്റെ പരമോന്നത നേതാവ്, ഇവരെല്ലാം മരിച്ചുപോയി, ഓർമ്മയില്ലാതെ കിടക്കുകയാണെന്നൊക്കെ പറയുന്ന അദ്ദേഹം വളരെ കൃത്യമായി നിർദ്ദേശം കൊടുത്തു. എൻറിച്ച്ഡ് യുറേനിയം ഒരു കാരണവശാലും ഇറാനിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകാൻ, വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. കഴിഞ്ഞ വർഷം നടത്തിയ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്ഫഹാൻ ആക്രമിച്ചെന്നും എൻറിച്ച്ഡ് യുറേനിയം തകർത്തെന്നും തീർത്തെന്നും ഇനി ഇറാൻ ഒരിക്കലും ഒരു ന്യൂക്ലിയർ വെപ്പണാകാനുള്ള അതിനുള്ള കരുത്തില്ലെന്നുമൊക്കെ ട്രംപ് വീമ്പ് പറഞ്ഞെങ്കിലും
ഇപ്പോഴും 440 കിലോയോളം എൻറിച്ച്ഡ് 60% എൻറിച്ച് ചെയ്ത യുറേനിയം ഇറാൻ്റെ കൈവശമുണ്ട്. അതവർ വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും തയ്യാറാകില്ലെന്ന് മാത്രമല്ല, അതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ വ്യവസ്ഥയുണ്ടാക്കി ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ പരിശോധിച്ച് തങ്ങളുടെ പുരോഗമനപരമായ കാര്യങ്ങൾക്കും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി 2018 ഒപ്പിട്ട കരാർ പ്രകാരം ഇത് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാനുള്ളത്. ചരിത്രത്തിൽ ഈ സെമി എൻറിച്ച്ഡായിട്ടുള്ള യുറേനിയം, അതായത് 60% ഒക്കെ ആയിട്ടുള്ള യുറേനിയം 1980 മറ്റോ കാനഡയിലേക്ക് ഐസോട്ടോപ്പുകളുടെ രൂപത്തിൽ കൈമാറ്റം ചെയ്തെന്തോ മെഡിസിനൽ ആവശ്യത്തിന് വേണ്ടി കൈമാറ്റം ചെയ്തതല്ലാതെ വേറൊരു സ്ഥലത്തും ഈ എൻറിച്ച്ഡ് യുറേനിയം ട്രാൻസ്ഫർ ചെയ്തതായി ഒരു റെക്കോർഡ്സിലുമില്ല. ഏതായാലും ഈ പറഞ്ഞ സംഗതിയാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഈ യുദ്ധങ്ങളെല്ലാം നടന്നിട്ടും ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് എല്ലാം ആക്രമിച്ചിട്ടും ഇറാൻ്റെ കൈവശമുള്ള എൻറിച്ച്ഡ് യുറേനിയം എവിടെയാണെന്ന് ഇറാനിലെ പ്രധാനികൾക്കും പടച്ചതമ്പുരാനുമല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല എന്നതാണ് വസ്തുത.